എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നവംബർ 26 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് 18ാമത്തെ അലോട്ട്മെൻറ്റാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ അതായത് നവംബർ 24 മുതൽ നവംബർ 26 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് അംഗീകരിച്ച ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഏകദേശം 45 സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു കോളേജ് കൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അലോട്ട്മെൻറ്റ് നവംബർ 27 പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 28 വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള തീയതി നീട്ടി നൽകുന്നതല്ല. അതായത് 27 അലോട്ട്മെൻറ്റ് വരും, 28 തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ കോളേജ് ഒഴികെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടിയവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്കായിട്ടുള്ള NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് 24 മുതൽ 26 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. 27 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 27 ഡേറ്റിലുള്ള പുതിയ NOC സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അത് നവംബർ 27 ആയിരിക്കണം ഈ ഒരു NOCയിലെ ഡേറ്റ് എന്ന് പറയുന്നത്. മുൻ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് കോളേജുകളിൽ അഡ്മിഷൻ നേടാത്തവരെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതായത് വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരുന്നിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങളെ ഇതിൽ പരിഗണിക്കുന്നതല്ല. അതായത് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 45 സീറ്റാണ്. സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം 1,10,000 രൂപ ഫീസ് വരുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ സമയത്ത് ഈ ഒരു മുഴുവൻ ഫീസും അടക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളും ഉണ്ട്. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അതായത് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് അതത് കോളേജുകളിൽ നവംബർ 28 പ്രവേശനം നേടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് 27 കിട്ടുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെയോ അല്ലെങ്കിൽ 28 വൈകുന്നേരം 5 മണിക്കുള്ളിലോ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 18 ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഒരു പച്ച കളർ ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വേക്കൻസി അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. വേക്കൻസി ഇല്ലെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. നിലവിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും പുതിയ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് നിങ്ങൾ കോളേജിൽ നിന്ന് 27 ഡേറ്റ് ഇട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കോളേജിൽ നേരത്തെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതും പിന്നീട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളോ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 1,10,000 രൂപ ഫീസ് വരും. അതായത് അഡ്മിഷൻ സമയത്ത് തന്നെ ഏകദേശം മുഴുവൻ ഫീസും അടക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയാണ് ഫീസ് ഇനത്തിൽ വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ വേക്കൻസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.